ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിന്റെ 1-ാം പുസ്തകം 9-ാം അധ്യായത്തിലൂടെ നാം യാത്ര ചെയ്യുകയാണ്. നാം ഇപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുന്നത് ശൗൽ എന്ന ആദ്യത്തെ ഇസ്രായേൽ രാജാവിന് രാജാവ് ആകുന്നതിന് മുൻപ് ദൈവം കൊടുത്ത പശ്ചാത്തലത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. നാം ഒടുവിലായിട്ട് ഓർത്തു നിർത്തിയത് ശമൂവേൽ പ്രവാചകന്റെ ആഹാരത്തിൻ്റെ പങ്ക് അത് ശൗലിന് ലഭിക്കുന്ന അനുഗ്രഹീതമായ കാഴ്ചയാണ്. അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ നാം ഒടുവിലത്തെ ഭാഗത്തിൽ ഓർത്തതാണ്. ഇന്ന് നാം ആ ചിന്തകൾ തുടരാനായിട്ട് ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 95-ാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദമായി അങ്ങയ്ക്ക് സ്വാഗതം. ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ അഥവാ വിവിധമായിട്ടുള്ള നല്ല കാര്യങ്ങൾ, പശ്ചാത്തലങ്ങളെക്കുറിച്ച് ശൗലിനോട് ബന്ധപ്പെട്ട് നാം ഓർത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നാം 24-ാം വാക്യത്തിലൊരു പ്രയോഗമാണ് 9-ാമത്തെ വിഷയമായിട്ട് ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മളിങ്ങനെ വായിക്കുന്നു: അങ്ങനെ ശൗൽ അന്ന് ശമൂവേലിനോടുകൂടെ ഭക്ഷണം കഴിച്ചു. ഇത് വാസ്തവത്തിൽ വലിയൊരു പദവിയാണ്. നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ നമ്മെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തി. ദൈവജനത്തിൻ്റെ പ്രഭുക്കന്മാരോടൊപ്പം ഇരിക്കുവാൻ, ദൈവജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരായ ശുശ്രൂഷകന്മാരോടൊപ്പം നിൽക്കുവാൻ ദൈവം നമുക്ക് അനുവാദം തരുന്നു. ഇവിടെ ഇതാ ശൗൽ എന്ന് പറയുന്ന ഈ യൗവനക്കാരന് അപ്പൻ്റെ കാണാതെ പോയ കഴുതുകളെ തേടിപ്പോയവനെ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കാണിച്ചു തരുന്നത് ശമൂവേലിനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നവനായിട്ടാണ്. ശമൂവേൽ ആരായിരുന്നുവെന്ന് നമുക്കറിയാം. വാസ്തവത്തിൽ നാം തിരുവചനം പഠിക്കുമ്പോൾ ദാൻ മുതൽ ബേർഷേബ വരെയുള്ള ഇസ്രയേലൊക്കെയും ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനെന്ന് മനസ്സിലാക്കിയ, ഗ്രഹിച്ച, അവരംഗീകരിച്ച അനുഗ്രഹീതനായ ദൈവഭൃത്യനോടൊപ്പം ഇരുന്ന് ഇവിടെ ഇതാ ശൗൽ ആഹാരം കഴിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇത് വലിയൊരു പദവിയാണ്. ലോകത്തിൻ്റെ മാർഗങ്ങളിൽ ജീവിച്ച നമ്മെ ദൈവജനത്തോടൊപ്പം ഇരുത്തുവാൻ, ഒരേ മേശയുടെ അംശികളാക്കി തീർക്കുവാൻ ദൈവത്തിന് പ്രസാദമുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ഓർത്തതുപോലെ ഇനി നിത്യതയിൽ നാം നമ്മുടെ കർത്താവിനോടൊപ്പം എണ്ണിക്കൂടാത്ത വിശുദ്ധന്മാരോട് ചേർന്ന് ഒരുമിച്ചായിരിക്കുന്ന അനുഭവവും ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്നുണ്ട്. ഇവിടെ ശമൂവേലിനോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള പദവി 9-ാമത്തെ അനുഗ്രഹമായിട്ട് ശൗലിനോട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 25-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, അതുപോലെ തന്നെ 9-ാം അധ്യായത്തിലാണ്. 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, തുടർന്ന് താഴേക്കുള്ള വാക്യങ്ങളും പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന 10-ാമത്തെ അനുഗ്രഹമുണ്ട്. എന്താണത്? അന്ന് ശമൂവേൽ പ്രവാചകന്റെ വീട്ടിൽ അന്തി ഉറങ്ങാനുള്ളൊരു ഭാഗ്യം ശൗലിന് ലഭിക്കുകയാണ്. വിശുദ്ധനായ ഈ മനുഷ്യൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങുവാനുള്ള ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, ഇതും ശ്രേഷ്ഠമായിട്ടുള്ളൊരു വിഷയമാണ്. ആത്മീയ അർത്ഥങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും. ശമൂവേലിനെ പോലെയുള്ള അനുഗ്രഹീതനായ ഒരു മനുഷ്യൻ, ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ശ്രേഷ്ഠനായ ഒരു പ്രവാചകൻ, ആ മനുഷ്യനോടൊപ്പം അന്തി ഉറങ്ങുവാൻ, ആ ഭവനത്തിൽ അന്തി ഉറങ്ങുവാൻ അന്ന് ദൈവം ശൗലിന് കൃപ തന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വിശുദ്ധന്മാരുമായിട്ടുള്ള സഹവാസം നമുക്ക് ലഭിക്കുവാനുള്ള കാരണം എന്താ? അത് ദൈവത്തിൻ്റെ അനൽപമായ കൃപയാണ്. കാൽവറിയുടെ ക്രൂശിൽ നാം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഒന്നാണത്. നമ്മുടെ പ്രിയപ്പെട്ടവനായ കർത്താവ് കാൽവറിയുടെ ക്രൂശിൽ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരം വരുത്തേണ്ടതിന് അവിടുത്തെ സ്വന്തം പ്രാണൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് വിശ്വസിക്കുന്ന ആർക്കും ദൈവമക്കളാകുമ്പോൾ തന്നെ വിശുദ്ധന്മാരുമായിട്ടുള്ള അനുഗ്രഹീതമായ സഹവാസത്തിൻ്റെ അനുഭവവും സ്വർഗത്തിലെ ദൈവം തരുന്നുണ്ട്.
ഇവിടെ അതാ കാണുവാൻ കഴിയുന്നത് ശമൂവേലിനോടൊപ്പം അന്തിയുറങ്ങുന്ന, ആ ഭവനത്തിൽ അന്ന് രാത്രി വിശ്രമിക്കുന്ന ശൗലിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 27 വാക്യത്തിൽ 11 മറ്റൊരു വിഷയം കാണുവാൻ കഴിയുന്നുണ്ട്. അതെന്താ? ഈ ശമൂവേൽ നിന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുവാനുള്ള ഭാഗ്യം അവൻ്റെ കാതുകൾക്കുണ്ടായി. 27 വാക്യം ശമൂവേൽ 1 പുസ്തകം 9 അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: പട്ടണത്തിൻ്റെ അറ്റത്തെത്തിയപ്പോൾ ശമൂവേൽ ശൗലിനോട്, ഭൃത്യൻ മുൻപേ കടന്നു പോകുവാൻ പറക. അവൻ കടന്നുപോയി. ഞാൻ നിന്നോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്ക എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അരുളപ്പാട് ഇവിടെ ഇതാ ദൈവത്തിൻ്റെ പ്രവാചകനായ ശമൂവേൽ ശൗലെന്ന ഇസ്രായേലിൻ്റെ രാജാവാകുവാൻ പോകുന്ന യൗവനക്കാരനോട് അറിയിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാട് ഇന്ന് നാം കേൾക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വിരചിതമായിട്ടുള്ള വിശുദ്ധ ബൈബിളിലൂടെ, വിശുദ്ധ തിരുവെഴുത്തിലൂടെ ദൈവം തൻ്റെ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ലോകത്തോടും വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുവിലൂടെയുള്ള ആത്മരക്ഷയെക്കുറിച്ച് ഈ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നുണ്ട്. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ആർക്കെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങ് വായിക്കേണ്ടത് ദൈവത്തിൻ്റെ പുസ്തകമായ വിശുദ്ധ ബൈബിളാണ്. ആ ബൈബിളിലൂടെ ദൈവം ലോകത്തോട് സംസാരിക്കുക, തൻ്റെ ജനത്തോട് ദൈവം അവിടുത്തെ അരുളപ്പാടുകൾ അറിയിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ വിശ്വാസിയോടും ഞാനിങ്ങനെ ചോദിക്കട്ടെ: അങ്ങ് ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കേണ്ടതിന് ദൈവമുൻപാകെ നിൽക്കുന്ന സ്വഭാവമുണ്ടോ? ദൈവത്തിൻ്റെ വചനം വ്യക്തിപരമായി വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന അനുഭവം അങ്ങേക്കുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങയ്ക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് കഴിയത്തുള്ളൂ. 12 ആ അനുഗ്രഹം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 26 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ശമൂവേലിനാൽ യാത്രയയക്കപ്പെടുന്ന ശൗലാണ്. അത് വളരെ വ്യക്തമായി നമുക്ക് ആ വാക്യങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. 26, 27 വാക്യങ്ങൾ 9 അധ്യായം ശമൂവേൽ 1 പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ യഥാ ശമൂവേൽ ശൗലിനെ യാത്രയയക്കാൻ വരികയാ. ഇതെത്ര വലിയ പദവിയാ! ദൈവത്തിൻ്റെ മനുഷ്യനാൽ യാത്രയയക്കപ്പെടുവാൻ ഇവിടെ ഇതാ ശൗലിന് ഭാഗ്യമുണ്ടാകുകയാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇതും ഒരു അനുഗ്രഹം തന്നെയാണ്. വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ട്, അവരുമായിട്ടുള്ള കൂട്ടായ്മ, അവരുമായിട്ടുള്ള അനുഗ്രഹീതമായ ഊഷ്മളമായ അനുഭവങ്ങൾ, ഇതെല്ലാം സ്വർഗം നമുക്ക് കനിവോടെ തരുന്ന അനുഗ്രഹങ്ങളാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ വലിയ കൂട്ടായ്മകളെയൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നൊരു സ്വഭാവം അങ്ങേക്കുണ്ടോ? അതോ കർത്താവിൻ്റെ മക്കളെന്ന പദവിയിൽ നിൽക്കുമ്പോൾ തന്നെ നിൻ്റെ സ്വയത്തിൻ്റെ സ്വഭാവം കൊണ്ട് നിനക്ക് ലഭിക്കുന്ന അനുഗ്രഹീതമായ കൂട്ടായ്മയുടെ ഹൃദ്യത നഷ്ടപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണോ നീ? നിൻ്റെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാനായിട്ട് സാധിക്കണം. അവനവൻ പരിശോധിച്ച് വിട്ടുകളയേണ്ടത് വിട്ടുകളഞ്ഞ് താഴേണ്ടിടത്ത് താണ് ദൈവകൃപയ്ക്ക് വിധേയപ്പെട്ട് ജീവിക്കുമ്പോഴാണ് നമുക്ക് സഹവിശ്വാസികളുമായിട്ടുള്ള ഹൃദ്യമായ അനുഭവങ്ങൾ ആസ്വദിക്കാനായിട്ട് കഴിയുക. ഇവിടെ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ശൗലിന് കർത്താവ് ഒരുക്കി വെച്ചിരുന്നത്. അതിനുള്ള ലക്ഷ്യമെന്താ? തൻ്റെ ജനത്തെ ശുശ്രൂഷിക്കുക. ഇന്നെന്നെ ശ്രദ്ധിക്കുന്ന ഓരോരുത്തരോടും പറയട്ടെ, ദൈവത്തെ ശുശ്രൂഷിപ്പാനാണ് ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്. ഈ ലഘുചിന്തകൾ അതിന് മുഖാന്തരമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങയെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.